AK സജീവ് നേതൃത്വം നൽകുന്ന വിഭാഗത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭയുടെ കോട്ടയം യൂണിയൻ കല്ലറ പ്രശാന്ത ജനറൽ സെക്രട്ടറിയായ മാതൃസംഘടനയിലേക്ക് ലയിക്കുന്നതായി ഭാരവാഹികൾ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചേരമർ ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമായതിനാലാണ് ലയനമെന്ന് കോട്ടയം യൂണിയൻ പ്രസിഡന്റ് VT സജീവ് പറഞ്ഞു. അടുത്ത മാസം 10 കോട്ടയം TVയിൽ നടക്കുന്ന ലയന സമ്മേളനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. ജനറൽ സെക്രട്ടറി ഡോക്ടർ കല്ലറ പ്രശാന്ത് നേതാക്കളെ പൊന്നാട അണിയിച്ച് സ്വീകരിക്കും. സംസ്ഥാന പ്രസിഡന്റ് MK അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിക്കും. വാർത്താസമ്മേളനത്തിൽ VT സജീവ്, സജി ചെമ്പട്ട, MK അപ്പുക്കുട്ടൻ, റജി മുട്ടമ്പലം, ലതാ സുരേന്ദ്രൻ, ബാബു പുതുപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭയുടെ ഒരു വിഭാഗത്തിൽ നിന്നും ഔദ്യോഗിക വിഭാഗമായ അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭയിലേക്ക് ലയിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഔദ്യോഗികമായി നിൽക്കുന്ന പക്ഷത്തോടു കൂടി ചേരുവാനാണ് മറ്റൊരു വിഭാഗമായ AKC ജനറൽ നിങ്ങളെ മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കാൻ വന്നിരിക്കുന്നത്. കേരളത്തിൽ ചേരമർ എന്ന പേരിൽ അറിയപ്പെടുന്ന വിവിധ സംഘടനകളുടെ ഐക്യം ഭരണ സ്ഥിരാകേന്ദ്രത്തിലേക്കുള്ള എത്തിച്ചേരലിലേക്കുള്ള ദൂരം വളരെ കുറയ്ക്കും. അത് മനസ്സിലാക്കി എല്ലാവരും ഐക്യപ്പെടേണ്ടത് ഉണ്ട്. 1925 ചങ്ങനാശ്ശേരി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സംഘടനയാണ് അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭ. ഡോക്ടർ കല്ലറ പ്രശാന്തിൻ്റെയും ശ്രീ MK അപ്പുക്കുട്ടൻ്റെയും നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന കമ്മിറ്റി അതിനെ സംബന്ധിച്ച് വളരെ വിശദമായി പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കോട്ടയത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നേതൃത്വം അണികളും മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരുവാനായി തീരുമാനിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭ രജിസ്ട്രേഷനുള്ള നമ്പർ K315/83 എന്ന രജിസ്ട്രേഷൻ നമ്പറുള്ള നിലവിൽ ഔദ്യോഗികമായ സംഘടനയിലേക്ക് ഈ സംഘടനയും ഈ ഔദ്യോഗികമല്ലാത്തിരുന്ന സംഘടന ചേരുവാൻ തീരുമാനിച്ചു, ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. താലൂക്ക് യൂണിയൻ നിലവിലുണ്ടായിരുന്ന താലൂക്ക് യൂണിയൻ സെക്രട്ടറിയാണ് ഞാൻ. എൻ്റെ പേര് സജീവ്, VT സജീവ്. അപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആ സംഘടനയിൽ ഉണ്ടായിരുന്ന വൈസ് പ്രസിഡന്റ് ശ്രീ സജി ചെമ്പേട്ട്, അതുപോലെ തന്നെ ശാഖാ മെമ്പർമാരും അതുപോലെ തന്നെ യൂണിയൻ കമ്മിറ്റിക്കാരുമായ ശ്രീ ബാബു, അതുപോലെ തന്നെ പെരുമ്പായ്ക്കാടുള്ള ബാബു എന്നിങ്ങനെ ഉള്ള നമ്മളുടെ ശാഖകൾ പുതുപ്പള്ളി, അതുപോലെ തന്നെ പെരുമ്പായ്ക്കാട്, കാരാപ്പുഴ, മള്ളൂശ്ശേരി എന്നിങ്ങനെയുള്ള വിവിധ ശാഖകൾ ഈ സത്യം തിരിച്ചറിഞ്ഞ് അതുപോലെ തന്നെ നമ്മുടെ